ജനം ടിവിയുടെ കൊല്ലം ജില്ലാ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആശ്രാമം IMA ഹാളിൽ നടന്നു. ജനം ടിവി മാനേജ്മെന്റ് പ്രതിനിധികളും ജില്ലയിലെ നിരവധി ഇൻവെസ്റ്റേഴ്സും സംഗമത്തിൽ പങ്കെടുത്തു. ജനം സൗഹൃദ വേദിയുടെ പ്രവർത്തനത്തെക്കുറിച്ചും സംഗമത്തിൽ ചർച്ചയായി. കൊല്ലം ജില്ലയിലുള്ള ജനം ടിവി ഇൻവെസ്റ്റേഴ്സിന്റെ സംഗമമാണ് ഇന്ന് ആശ്രാമം IMA ഹാളിൽ നടന്നത്. രാവിലെ 11 മണി മുതൽ ആരംഭിച്ച സംഗമത്തിന് ജനം ടിവി മാനേജ്മെന്റ് പ്രതിനിധികളും ഇൻവെസ്റ്റേഴ്സും ചേർന്ന് ഭദ്രദീപം കൊളുത്തി. ജനം ടിവി ഡയറക്ടർ G. രാജൻ നായർ അധ്യക്ഷനായ ചടങ്ങിൽ ഡയറക്ടർ കൃഷ്ണകുമാർ KT സ്വാഗതം പറഞ്ഞു. ഈ ഒരു ജനം എന്നൊരാശയം അല്ലെങ്കിൽ ഈ ജനം എന്നൊരു TV ഒക്കെ നമ്മൾ തുടങ്ങാൻ കാരണം നമുക്ക് മാധ്യമരംഗത്തുണ്ടാവാതിരുന്ന ചില പ്രാതിനിധ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും ഈ ചാനൽ തുടങ്ങി. അതിൻ്റെ മുന്നോട്ട് പോക്ക് വളരെ സജീവമായിട്ട് തന്നെ പോയിരുന്നെങ്കിലും പല കാര്യങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ ചില ചാനലുകളായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നിടത്തൊക്കെ വളരെ പുറകിലായിരുന്നു. പക്ഷേ പിന്നീടുള്ള സമയങ്ങളിൽ വളരെയധികം മുന്നോട്ട് എത്തി അന്ന് മുൻനിരയിൽ നിന്ന പല ചാനലുകളെയും മറികടന്നുകൊണ്ട് ജനം ഇന്ന് വളരെ ഈ റേറ്റിംഗിലൊക്കെ വളരെ മുന്നിലെത്തി നിൽക്കുകയാണ്. നാട്ടിൽ നടക്കുന്ന സത്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അറിയുന്നത് ജനം TV കൊണ്ട് മാത്രമാണ്. മിക്കവാറും എല്ലാ രാഷ്ട്രീയക്കാരും എങ്ങനെയാണെന്നുള്ളത് അറിയുന്നത് മനസ്സിലാക്കി എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ജനം ടിവിയുടെ വളർച്ചയെക്കുറിച്ചും അതിനു പിന്നിലെ സമർപ്പണത്തെക്കുറിച്ചും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ചെങ്കൽ S. രാജശേഖരൻ നായരും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സജീവൻ പറവറമ്പിലും വിശദീകരിച്ചു. നമ്മളുടെയൊക്കെ ആവശ്യമായിരുന്നു പ്രത്യേകിച്ച് മലയാളിയുടെ ഒരു ശബ്ദം, സനാതന ധർമ്മത്തിന്റെ ഒരു ശബ്ദം, യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങളിൽ എത്തിക്കേണ്ട ഒരു ആവശ്യം. ഒരുപാട് സഖി കെട്ടിട്ടാണ് സംഘം ഇതിലേക്ക് ഇറങ്ങിയതും അതിന് സപ്പോർട്ട് ചെയ്തതും അതിന്നൊരു വൃക്ഷമായിട്ട് മാറിയത്. അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു, ഒരുപാട് പേരുടേതായിട്ടുള്ള സമർപ്പണമുണ്ട്. ഇത് യാഥാർത്ഥ്യം. നമ്മുടെ സേവന രംഗത്ത് കൂടി എങ്ങനെയാണ് ജനത്തിനെ എത്തിക്കാന്നുള്ള വലിയൊരു ചിന്തയിൽ നമുക്ക് ജനം സൗഹൃദ വേദി ഇതിലെല്ലാം പലരും അന്ന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ആ സൗഹൃദ വേദിയെ ചാരിറ്റബിൾ ട്രസ്റ്റിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയും സുഹൃത കേരളം എന്നൊരു പദ്ധതി വലിയൊരു പദ്ധതിയാണ്. അതിന് ഈ ശ്രീധരൻ ജി പോലുള്ള വലിയ റിട്ടയർഡ് ജഡ്ജിമാരടങ്ങുന്ന വലിയൊരു പാനലായിട്ട് ഒരു വർഷമായിട്ട് നിരന്തരം ചർച്ച നടക്കുന്നു. എങ്ങനെയാണ് നമ്മൾ സേവന രംഗത്ത് ഈ മാധ്യമത്തെ ഉപയോഗപ്പെടുത്തുന്നത്? അപ്പം അതൊരു വലിയ സംഭവമായിട്ട് മാറാൻ പോകുന്ന വലിയൊരു സംഭവമാണ്. ജനം TV ചീഫ് മെന്റർ A. ജയകുമാർ ഈ കാലഘട്ടത്തിലെ ജനം TVയുടെ പ്രവർത്തനവും അതിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു. മിഡിൽ ഈസ്റ്റ് കൺട്രീസ് മാത്രമല്ല, മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയ പോലെയുള്ള ഭൂഖണ്ഡങ്ങളിലൊക്കെ തന്നെ ആയിരക്കണക്കിന് മലയാളികൾ ഈ ചാനൽ കാണും. മാത്രമല്ല, നിർണായകമായ അവസരം ശബരിമല പോലെയുള്ള വളരെ നിർണായകമായ തീരുമാനങ്ങളിൽ ജനം ചാനലിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. ഒരു ജനം ചാനലിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി നടന്ന കുംഭമേളം, കേരളത്തിൽ നടന്ന കുംഭമേളം. ആദ്യത്തെ 5 ദിവസം അവിടെ ആൾക്കാരൊന്നുമില്ലായിരുന്നു, 100-200 പേര് പോവും. ജനം ചാനൽ അതിനെ കേരളത്തിൻ്റെ കുംഭമേളയായിട്ട് അതിനെ വ്യാഖ്യാനിച്ച് അതിൻ്റെ നെറേറ്റീവ്സ് പറഞ്ഞിട്ടാണ് 10,000-കണക്കിന് ആൾക്കാർ വന്നത്. ആ സ്വാമിജിക്ക് തന്നെ അറിയാം. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ആദ്യത്തെ 6-7 ദിവസം ആൾക്കാരില്ലായിരുന്നു. പ്രത്യേക ടീമിനെ അവിടെ അയച്ച് ജനം ചാനലിൽ അതിൻ്റെ നെറേറ്റീവ്സ് പറഞ്ഞ് ഈ കുംഭമേള കേരളത്തിൻ്റെ തിരുനാവായുടെ തീരത്ത് നടക്കുന്ന കുംഭമേളയിൽ ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഏകദേശം അവർ പറയുന്ന 10-16 ലക്ഷം ആൾക്കാർ വന്നതാണ്. ജനം TV ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ V, ജനം സൗഹൃദ വേദി CEO രമേശ് GR, ജനം TV ഇൻവെസ്റ്റർ റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശശിധരൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തിൽ പങ്കെടുത്ത ഇൻവെസ്റ്റേഴ്സ് ജനം TVയുടെ സുഗമമായ പ്രവർത്തനത്തിന് സഹായകരമായ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. സംഗമത്തിൽ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനായി ജനം സൗഹൃദ വേദിയുടെ ജില്ലാ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വന്ദേ മാതരത്തോടുകൂടി സംഗമത്തിന് സമാപനമായി. Sujalam
शीतला सस्यश्यामला मातरं वन्दे मातरम्. ജനം കൊല്ലം.